ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സെൽഫ് പാമ്പറിംഗ് ഡേ ആണ്. ഇന്ന് ഞാൻ ഹെയർ കെയറും സ്കിൻ കെയറും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ പോവാണ്. ഈ ടൂൾ വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വാവിൻ്റെ ഓണിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിലാണ്. പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഹെയറിൽ സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര റണ്ണിങ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അത് കാരണം നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻസോ ഇച്ചിനെസ്സോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല ഈസി ടു അപ്ലൈ ചെയ്യാം നമുക്ക് സ്കാൽപ്പിലേക്ക്. പിന്നെ ഇത് നല്ലൊരു മണമാണ്. ഇത് സെസം സീഡിൻ്റെ ഒക്കെ മണം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല മണമാണ്. ഇത് യൂസ് ചെയ്യാത്തവരൊന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കും. എനിക്കത് പണ്ട് വലിയ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഹെയറിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. അതിനു മുമ്പേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മഞ്ഞളും കേടും ഹണിയുള്ള ഈ പാക്കാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ പാക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഹണി നമുക്ക് ശരിക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലും പാടുകളോ ഇല്ലെങ്കിൽ മുറിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പിമ്പിൾ വന്ന് പോയതിൻ്റെ ചെറിയ സ്വെല്ലിംഗ് ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ മഞ്ഞളും ചെയ്യും. പിന്നെ ഡീറ്റാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും മഞ്ഞൾ. അതുകൊണ്ട് മഞ്ഞളും ഹണിയും ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ. ഞാൻ കൂടുതൽ കസ്തൂരി മഞ്ഞൾ ഇടാനുള്ള കാരണം എനിക്ക് എപ്പോഴേലും പിമ്പിളിൻ്റെ മാർക്സ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മണ്ടയിലോട്ട് ഇച്ചിരി വെള്ളവും കസ്തൂരി മഞ്ഞളും ചേർത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ നൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് കുറച്ച് കുറഞ്ഞിരിക്കും. അങ്ങനെ ഡെയിലി അത് ചെയ്യുന്ന സമയത്ത് കറുത്ത പാടുകൾ ഒത്തിരി കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് ഫേസ് പാക്ക് ഉണ്ടാക്കിയാലും അതിനകത്ത് കുറച്ച് മഞ്ഞൾ ഇടുന്നത്. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരാനായിട്ട്. നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇത് അടിപൊളിയാണ്. ഈ മഞ്ഞൾ നമ്മുടെ ഫേസിലെ സ്മോൾ ഹെയർസിനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഐബ്രോയിൽ പറ്റാൻ നോക്കണം എന്നുണ്ട്. എൻ്റെ ഐബ്രോയിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മഞ്ഞളുള്ളത് കൊണ്ട് നമ്മുടെ ഐബ്രോ പൊഴിഞ്ഞു പോകാൻ ഇതാവും. കാര്യം ഫേസിലെ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഇത് നന്നായിട്ട് പൊഴിക്കും. ഹെയറിലേക്ക് ഈ ഉലുവ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഉലുവാപ്പൊടിയിൽ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 30 ഇല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചതാണ് കേട്ടോ. ഒത്തിരി നേരം വെക്കണമെന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഉലുവ പൗഡർ അല്ലെങ്കിൽ നിങ്ങൾ 24 hours നമ്മൾ സോക്ക് ചെയ്ത് ഉലുവ വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് ഇങ്ങനത്തെ ക്ലീൻ വാട്ടർ എടുത്താലും മതി. ഈ ഉലുവ വെള്ളവും അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ മുടി കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഈ ഒരു വാട്ടർ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. എൻ്റെ ഉലുവ കേട് മാത്രമാണ്. ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കാൽപ്പിൽ ചെയ്യാതിരിക്കുക. സ്കാൽപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ റിസ്കിൽ വേണം കേട്ടോ ചെയ്യാൻ. കാര്യം ഇത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൽപ്പിൽ നിന്ന് വിട്ട് പോരത്തില്ല. പിന്നെ അതവിടെ അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാവാനോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇച്ചിനെസ് ഉണ്ടാവാനോ ഒക്കെ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ഹെയറിൽ അപ്ലൈ ചെയ്തത് നല്ല സോഫ്റ്റ്നെസ്സും സിൽക്കിയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഹെയറിലും ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഹെയറിലും നമ്മൾ വാഷ് ചെയ്താൽ പോകത്തില്ല. ഇച്ചിരി സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ മുടിയിലിങ്ങനെ പിടിച്ചിരിക്കും. അപ്പം ഹെയറിലും നിങ്ങൾ കളയാൻ മാക്സിമം നോക്കണം. അതുകൊണ്ട് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്താലേ നമുക്ക് പിന്നെയും കളയാനായിട്ട് എളുപ്പമുള്ളൂ. നമ്മൾ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഉലുവ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. തന്നെ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാം കേട്ടോ.
ഇത് കുറച്ചൊന്ന് ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഡ്രൈ ആവും. അത് കഴിയുമ്പം ഷാമ്പു ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ ഏത് ഷാമ്പാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. ഞാൻ ഡോക്ടർ സ്കിന്നിൽ നിന്ന് കിട്ടിയ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം നിങ്ങൾ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മേടിക്കുക. അത് ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ഷാമ്പു ആണ്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏത് ഷാമ്പു ആണ് ഏറ്റവും നിങ്ങളുടെ മുടി ഹെൽപ്പ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക കേട്ടോ. ഫേസും അതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയാം. ഇത് ഫേസിൽ വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഫേസ് വാഷ് ഇട്ട് ഒന്നും കൂടെ വാഷ് ചെയ്യാം. എന്നാലേ സ്കിന്നിൽ എന്തെങ്കിലും മഞ്ഞളിൻ്റെ കളർ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നു. ഇനി കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. കുളിച്ചിട്ടൊക്കെ വന്ന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. വെയിലിൻ്റെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെ സ്കിന്നിനൊരു ഉണർവ് വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹെയറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ബ്രഷ് വെച്ചിട്ട്. നെക്സ്റ്റ് ഈ ഒരു ലോഷൻ എൻ്റെ ഹെയറിൽ, സ്കാൽപ്പിൽ ഇസ് നോട്ട് ഹെയർ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് എടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ശരിക്കും ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കാൽപ്പൊന്നും ഓക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ബെല്ലാവിറ്റ സെനോറിറ്റ വുമൻ സ്പ്രേ ആണ്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞ് ആൻഡ് ഫിനിഷ് മൈ ആഫ്റ്റർ ഷവർ കെയർ. അപ്പം ഞാൻ ഇനി നെയിൽ പോളിഷ് അടിക്കാൻ പോവാണ്. കാലയിലാണ് കേട്ടോ അടിക്കുന്നത്. എനിക്ക് കാലയിൽ അടിക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. കയ്യിൽ പിന്നെ നെയിൽസ് ഉള്ള ടൈമിൽ ഞാൻ കയ്യിലടിക്കും, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുറവാണ് അടിക്കാറുള്ളത്. ഫിംഗേഴ്സിലും അടിച്ചിട്ടുണ്ട്.
അപ്പം ബൈ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ആഫ്റ്റർ ഷവർ കെയർ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.